നമസ്തേ, ഗീതാസബരിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസബരിയയിൽ ഭഗവത്ഗീത 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 25-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. യുദ്ധരംഗത്ത് തൻ്റെ ശോകമോഹങ്ങൾ കൊണ്ട് തളർന്ന് നിഷ്ക്രിയനായിരിക്കുന്ന അർജുനന് ശ്രീഭഗവാൻ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. നിഷ്ക്രിയനായ ഈ അർജുനനെ വീണ്ടും കർമ്മോന്മുഖനാക്കുന്നതിനായി ശ്രീഭഗവാൻ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജ്ഞാനം എന്നതുകൊണ്ട് ആത്മജ്ഞാനമാണ്. ശരീര മനസ്സുകളുടെ സാക്ഷിയായ ഞാൻ ഈ ശരീര മനസ്സുകളല്ല, ഈ ശരീര മനസ്സുകൾക്ക് സാക്ഷിയായ ആത്മാവാണ് ഞാൻ എന്ന ജ്ഞാനമാണ് ആത്മജ്ഞാനം. ആത്മാവ് നിത്യനാണ്. ഒരു വിധത്തിലുള്ള മാറ്റത്തിനും വിധേയമാകാത്ത, നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വഭാവത്തോടു കൂടിയതാണ് ഓരോ വ്യക്തി ആത്മാവും. ഓരോ വ്യക്തിയുടെയും ആത്മാവ്, ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയാം. ഈ ഇൻഡിവിജ്വൽ സെൽഫാണ് ഞാൻ, ഈ ശരീര മനസ്സുകളല്ല എന്ന ആ ഒരു തിരിച്ചറിവാണ് ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജ്ഞാനം കിട്ടുന്നതിന് കർമ്മയോഗാനുഷ്ഠാനം ആവശ്യമാണ്. അങ്ങനെ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, അതായത് കർമ്മത്തിൻ്റെ ഫലം, ഏത് കർമ്മം ചെയ്താലും അതിന് ഫലം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാകും. പക്ഷെ ആ കോൺസിക്വൻസസ് അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. അപ്പോൾ നല്ലതായാലും ശരി ചീത്തയായാലും ശരി, ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് വറീഡാവാതെ എൻ്റെ കർത്തവ്യമാണിത് എന്ന ഭാവത്തോടു കൂടി പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല. ഈ റിസൾട്ട് എന്തുണ്ടാവും, ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തുണ്ടാവും എന്ന് വറീഡാവുന്നതല്ല. കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ആ ലക്ഷ്യം കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, ചിലപ്പോൾ ആ ലക്ഷ്യം നമ്മൾ വിചാരിച്ച പോലെ കിട്ടും, ചിലപ്പോൾ ആ ലക്ഷ്യം കിട്ടാതിരിക്കും. രണ്ടായാലും ശരി എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നു എന്ന ഭാവത്തിൽ, അതാണ് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പർപ്പസിനെ കുറിച്ച്, ഫലത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ വി ആർ നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വറീഡ് ആവാതെ ഈ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇത് മനസ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. മനസ്സറിയാതെ ഈ റിസൾട്ടിനെ കുറിച്ച് വറീഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വറീഡ് ആവുന്നതിൻ്റെ ഫലമായി നമ്മൾ കർമ്മത്തിൽ ഏർപ്പെടാൻ ഒന്നുകിൽ ഭയപ്പെടും, അല്ലെങ്കിൽ മടിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള മാനസികമായ വൈക്ലഭ്യങ്ങളും ഒരാൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കർമ്മയോഗാനുഷ്ഠാനം. ഈ കർത്തവ്യത്തിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കർത്തവ്യത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി മനസ്സിന് ജ്ഞാനമുണ്ടാകും. കൃത്യമായി മനസ്സിന് ഒരു പാകത ഉണ്ടാകും. ആ പാകത കൊണ്ട് ഒരാൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും, ഞാൻ ഈ ശരീര മനസ്സുകളെ ഒബ്സർവ് ചെയ്യുന്ന, എൻ്റെ ശരീരത്തെ കാണുന്ന, എൻ്റെ മനസ്സിലെ ചിന്തകളെ കണ്ടറിയുന്ന, എൻ്റെ മനസ്സിലെ വികാരങ്ങളെ, ഫീലിങ്സിനെ കണ്ടറിയുന്ന ആത്മാവാണ്, സാക്ഷി ഭാവത്തിലുള്ള ആത്മാവാണ് ഞാൻ എന്ന്, ശരീര മനസ്സുകളല്ല ഈ ആത്മാവാണ് ഞാൻ എന്ന ജ്ഞാനമുണ്ടാകും. അതാണ് ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനത്തിലൂടെയാണ് മോക്ഷം, ദുഃഖനിവൃത്തി എന്ന് പറയുന്ന മോക്ഷം. ദുഃഖനിവൃത്തിയാണ് മോക്ഷം, അല്ലാതെ മറ്റേതെങ്കിലും ലോകത്ത് പോയി അതല്ല മോക്ഷം. അത് ആ മോക്ഷത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. മോക്ഷം എന്നതുകൊണ്ട് ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ആ ദുഃഖനിവൃത്തി ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹങ്ങളുള്ള ആളായിരിക്കും. എനിക്ക് ഇന്ന ആഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. എന്നാൽ ഈ ആഗ്രഹങ്ങളില്ലെങ്കിലോ, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി പിന്നെ ആഗ്രഹങ്ങളൊക്കെ കഴിയും. കാരണം ശരീരത്തിനും മനസ്സിനുമാണ് ഈ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളത്. അതേസമയം ഈ ആഗ്രഹങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആള് എന്ത് ചെയ്യും, കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കും. അങ്ങനെ കർമ്മത്തിൽ ഏർപ്പെടാതിരുന്നാൽ, ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ കർമ്മത്തിൽ ഏർപ്പെടാതിരുന്നാൽ ചുറ്റുപാടുമുള്ളവരും അതേപോലെ കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കും. അതുകൊണ്ട് ശ്രീഭഗവാൻ പറയുന്നു, ജ്ഞാനിയാണെങ്കിൽ പോലും, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ പോലും കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കരുത്, കർമ്മത്തിൽ ഏർപ്പെടണം. അപ്പോൾ ആ ഞാൻ ആത്മാവാണെന്നുള്ള ആത്മജ്ഞാനം കിട്ടാത്ത സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
ഇത് സാധാരണ വ്യക്തികൾക്ക് കിട്ടാത്ത ഒന്നാണ് ആത്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ വ്യക്തികൾക്കൊക്കെ കിട്ടുന്നത് തന്നെയാണ് ആത്മജ്ഞാനം. അതിനുവേണ്ട ഒരു ചെറിയൊരു ട്രെയിനിങ് വേണമെന്ന് മാത്രം. കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഒരു ചെറിയ ട്രെയിനിങ് ഉണ്ടെങ്കിലാണ് ഈ ആത്മാവിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ, ക്ലാരിറ്റി. നേരത്തെ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സങ്കരസ്യ ച കർത്ത, അങ്ങനെ സങ്കരം ഉണ്ടാക്കുന്ന അവസ്ഥ ഇല്ലാതെ, സങ്കരമില്ലാതെ മനസ്സ് ക്ലിയറായി ഈ തെളിഞ്ഞ ജലത്തിലൂടെ അതിൻ്റെ അടിത്തട്ട് കാണുന്നത് പോലെ നമ്മുടെ ഈ ആത്മാവിനെ തിരിച്ചറിയുക എന്ന അവസ്ഥ സാധാരണ വ്യക്തിക്ക് തന്നെ ഉണ്ടാവുന്നതാണ്. ഒരു ചെറിയ ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് മാത്രം. അത് ശാസ്ത്രത്തിലൂടെ കാര്യം പഠിച്ച് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ആ ട്രെയിനിങ് നേടേണ്ടതാണ്. അങ്ങനെ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളും ലോകസംഗ്രഹത്തിനായി, ലോകത്തെ അതിൻ്റെ നിലനിൽപ്പിന് സഹായിക്കും വിധത്തിൽ എവിടെ അതിൻ്റെ നാശകരമായ നെഗറ്റീവായ കാര്യങ്ങൾ കാണുന്നോ അവിടെ അതിനെ ശുദ്ധീകരിച്ച് പോകുന്ന പ്രക്രിയയാണ് ലോകസംഗ്രഹം. ആ ലോകസംഗ്രഹത്തിന് വേണ്ടി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതാണ് ഈ 25-ാമത്തെ ശ്ലോകം. നോക്കാം. സക്താഹ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഭാരത, അല്ലയോ ഭാരത, ഭരതകുലത്തിൽ ജനിച്ചവനെ, സക്താഹ കർമ്മണി, കർമ്മത്തിൽ സക്തന്മാരായ, കർമ്മത്തിൽ സക്തനായ എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിൽ സക്തനായ, കർമ്മഫലത്തോട് ആസക്തിയുള്ളവരായ, എപ്പോഴും കർമ്മഫലത്തെക്കുറിച്ച് ഞാനിത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം കിട്ടുമാവോ എന്ന് അതിൻ്റെ ഫലത്തെക്കുറിച്ച് എപ്പോഴും വറീഡായിട്ടുള്ളവരാണ് സക്താഹ, സക്തന്മാർ. അതിൻ്റെ കർമ്മഫലത്തെക്കുറിച്ച് ആസക്തിയുള്ളവർ. അങ്ങനെ കർമ്മഫലത്തെക്കുറിച്ച് ആസക്തിയുള്ളവരായ അവിദ്വാംസഹ, ആത്മജ്ഞാനമില്ലാത്തവർ, ആത്മാവിനെക്കുറിച്ചുള്ള അറിവില്ലാത്തവർ, അവരെന്ത് വിചാരിക്കുന്നു? ഈ ശരീരവും മനസ്സുമാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവർ ഈ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ വിദ്വാനായിട്ടുള്ള ഒരാൾ, അറിവുള്ള, ആത്മജ്ഞാനമുള്ള ഒരാൾ ഞാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഇൻഡിവിജ്വൽ സെൽഫിനെയാണ്, ആത്മാവിനെയാണ്. ആത്മാവ് ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ സാക്ഷിഭാവത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപമാണ്. യാതൊരു മാറ്റവുമില്ലാതെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, ഉറക്കത്തിൽ പോലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മനസ്സാണ് ഉറങ്ങുന്നത്, ആത്മാവ് ഉറങ്ങുന്നില്ല. ഇങ്ങനെ അതാണ് വിദ്വാനായിട്ടുള്ള ഒരാൾ തന്നെക്കുറിച്ച് അറിയുന്നത്. അതേസമയം അവിദ്വാനായിട്ടുള്ള ഒരാള്, അയാള് എപ്പോഴും കർമ്മഫലത്തോട് ആസക്തിയുള്ള ആളായിരിക്കും. അയാൾ കർമ്മം ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി. അപ്പൊ ആ ഫലത്തിനെക്കുറിച്ച് വല്ലാതെ വറീഡായിട്ട് അയാൾക്ക് കർമ്മമൊന്നും ശരിയായി ചെയ്യാൻ പറ്റില്ല, എങ്ങനെയൊക്കെയോ ചെയ്തു തീർക്കുകയാണ്. അതിൻ്റെ ഫലം അയാൾ ഉദ്ദേശിച്ച പോലെ കിട്ടുകയില്ല. അതാണ് ഒരു ഈ എന്താണ് കർമ്മഫലത്തോട് ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴുള്ള അവസ്ഥ. അതേസമയം പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് കർമ്മഫലത്തോടുള്ള ആസക്തി കുറച്ചുകൊണ്ട്, ആ വറീസൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ അത് ലക്ഷ്യമാണ്. പക്ഷെ ആ ലക്ഷ്യം അതിനെക്കുറിച്ച് വറീഡല്ല. എന്തിനെക്കുറിച്ചാണ് വറീഡാകുന്നത്? ഇത് ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിലാണ്. ആ ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്താൽ കഴിഞ്ഞു, അയാളുടെ റോൾ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഫലം തനിയെ വന്നോളൂ. ഇതാണ് യഥാ കുർവന്തി ഭാരത. ഇങ്ങനെ കർമ്മഫലത്തോട് ആസക്തിയോടുകൂടിയ അവിദ്വാൻമാരായിട്ടുള്ളവർ യഥാ കുർവന്തി, എങ്ങനെയാണോ ആസക്തിയോടുകൂടി കർമ്മത്തിൽ ഏർപ്പെടുന്നത്, അതുപോലെ കുര്യാത് വിദ്വാൻ, ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളും കർമ്മം ചെയ്യണം. തഥാ, അങ്ങനെ തന്നെ കർമ്മം ചെയ്യണം. പക്ഷേ വ്യത്യാസമുണ്ട്. എന്താണ്? അസക്തഃ കുര്യാത് വിദ്വാൻ തഥാ അസക്തഃ. മറ്റേയാൾ കർമ്മത്തിൽ കർമ്മഫലത്തോട് ആസക്തിയോടുകൂടിയാണെങ്കിൽ ഇവിടെ കർമ്മഫലത്തോട് ആസക്തിയില്ലാതെ, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ മറ്റേയാളെ പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. കാരണം ഇതെൻ്റെ കർത്തവ്യമാണ്. ഈ കർത്തവ്യം ഞാൻ 100% പെർഫെക്റ്റായി ചെയ്യണം എന്ന ആ ഒരു താല്പര്യം, എനിക്കൊന്നും കിട്ടാനില്ല, പിന്നെ ഞാനിപ്പോൾ എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ്. കാരണം അങ്ങനെ വിചാരിച്ചാൽ ഈ ലോകത്തിന് തന്നെ, അതാണ് ചികീർഷുഹു ലോകസംഗ്രഹം ചികീർഷുഹു, ഈ ലോകസംഗ്രഹത്തെ ഇച്ഛിച്ചുകൊണ്ട്, ലോകസംഗ്രഹം ചികീർഷുഹു എന്നാൽ
ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട്, ഈ ലോകത്തെ ഇതിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ധർമ്മത്തിലൂടെയാണ് നിലനിൽപ്പ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന ആശയങ്ങളിൽ ധാർമ്മികമായ ആ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് നിലനിൽക്കില്ല, അത് നശിച്ചു പോകും. അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ ആ ധാർമ്മികമായ അവസ്ഥയില്ലെങ്കിൽ അതും നിലനിൽക്കില്ല, അത് നശിച്ചു പോകും. അങ്ങനെ ഓരോന്നിനെയും നിലനിൽപ്പിന് വേണ്ടി അതിലെവിടെയൊക്കെ അധർമ്മത്തിൻ്റെയും അതേപോലെ തിന്മയുടെയും അംശങ്ങൾ കാണുന്നുണ്ടോ, അത് നമ്മുടെ മനസ്സിലെ ചിന്തകളിലാവട്ടെ, വാക്കിലാവട്ടെ, പ്രവൃത്തിയിലാകട്ടെ, നമ്മുടെ ചുറ്റുപാടും മറ്റുള്ളവരുടെ പ്രവൃത്തിയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സിസ്റ്റത്തിലാകട്ടെ, എവിടെയൊക്കെയാണോ ഈ നിലനിൽപ്പിന് വിപരീതമായി, അധാർമികമായി, തിന്മയോടുകൂടി, നെഗറ്റീവായി കാണുന്നത്, അവിടെയൊക്കെ അതിനെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ലോകസംഗ്രഹം എന്ന ആ പ്രോസസ്സ്. അങ്ങനെയാണ് ലോകത്തെ നിലനിൽക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട് നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്? എവിടെയൊക്കെയാണോ കേടുപാടുകളുള്ളത് അതൊക്കെ തീർത്ത് നമ്മൾ വീട് ക്ലീൻ ചെയ്ത് നിലനിർത്തും. അങ്ങനെയാണല്ലോ സാധാരണ മനുഷ്യൻ വീട് നിലനിർത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീര മനസ്സുകളെയും അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളെയും എവിടെയാണോ തിന്മയുടെ അംശങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരുന്നത്, നമ്മൾ കണ്ടെത്തുന്നത്, അവിടെ അതിനെ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഈ ശരീര മനസ്സുകളെ ക്ഷേത്രം എന്നാണ് വിളിക്കുക. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നുള്ള അർത്ഥത്തിലല്ല, കൃഷിഭൂമി എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനെയാണ് ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത്? അവിടെ ഈ വിളവിൻ്റെ കൂടെ കളയുണ്ടാകും, അനാവശ്യമായ ഈ ചെടികളൊക്കെ വളരും. ആ അനാവശ്യമായ ചെടികളെയൊക്കെ പറിച്ചു കളഞ്ഞ് അപ്പോഴാണ് ഈ വിളവ് ഭംഗിയായിട്ട് ഉണ്ടാവുക. അതേപോലെ നമ്മുടെ മനസ്സിലായാലും നമ്മുടെ കർമ്മത്തിലായാലും പുറമേ ആയാലും എവിടെ തിന്മകൾ കാണുന്നോ അത് ഓരോന്നും, അത് നമ്മുടെ മനസ്സിൽ നിന്ന് തുടങ്ങിയാലേ നമുക്കത് എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ബാഹ്യ ലോകത്തെക്കുറിച്ചുള്ള കൺട്രോൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ ആൾ കേട്ടോളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ നെഗറ്റീവിനെ ഇല്ലാതെയാക്കി, എവിടെയെങ്കിലും മടി വന്നാൽ ആ മടിയെ നമുക്കില്ലാതെയാക്കി, എവിടെയെങ്കിലും തെറ്റായ ഒരു ഇൻറ്റൻഷൻ വന്നാൽ ആ ഇൻറ്റൻഷനെ നമുക്ക് ഇല്ലാതെയാക്കി. അതാണ് ഭഗവത്ഗീത ദൈവസമ്പത്ത് ആസുരസമ്പത്ത് എന്ന് പറയുക. ഈ ആസുരസമ്പത്തിനെ ഇല്ലാതെയാക്കി ദൈവസമ്പത്തിനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. ആ ലോകസംഗ്രഹം ചികീർഷുഹു, ലോകസംഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയാണോ അജ്ഞാനിയായിട്ടുള്ള ഒരാൾ ആസക്തിയോടുകൂടി കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിൽ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നത്, അതേപോലെ കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ ക്ലിയർ മൈൻഡോടുകൂടി പ്രോസസ് ഓറിയൻറ്റഡായി ഒരു കർമ്മയോഗി കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഭഗവത്ഗീത മനോഹരമായി ഇവിടെ ഉപദേശിക്കുന്നു. ഇനിയും കർമ്മത്തെക്കുറിച്ച് തന്നെയുള്ള കൂടുതൽ പാഠങ്ങൾ നമുക്ക് വരും ശ്ലോകങ്ങളിൽ കാണാം. ഗീതാസബരിയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. നമസ്കാരം.